കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇപ്പോൾ നല്ല മഴയാണ്, എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫാണ്. കാരണം അറിയാം, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഒന്നും ഉണ്ടാവാതെ ഈ മഴക്കെടുതിയൊക്കെ ഒന്ന് കഴിഞ്ഞ് പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ വെച്ചിട്ട് മഞ്ചൂരിയനും ഉണ്ടാക്കുക കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ എന്താ പറയുക, സ്പ്രിങ് ഓണിയൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശമായ കാരണം കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയാലും നമുക്ക് കിട്ടില്ല. പിന്നെ അതില്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കും വേണ്ട. അപ്പം ഞാൻ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണേ. ഇപ്പോൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ട് വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, സവാള സ്ക്വയറായി അരിയണം കേട്ടോ. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസ് എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക്, മോന് ലഞ്ചൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ സ്റ്റോക്ക് ഉള്ള കാരണം കൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് കരുതി. അപ്പോൾ ഇതേ ഫ്രൈഡ് റൈസിൻ്റെ അരി നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് വെള്ളമൊക്കെ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഒരു പാത്രത്തിൽ സവോള ഇതേപോലെ സ്ക്വയറായിട്ട് അരി തന്നെയാണ് വേണ്ടത്. വഴറ്റി ഒരുപാട് ഫ്രൈ ആക്കരുത് കേട്ടോ, വെന്താൽ മതി. അതിലേക്ക് നമ്മളിത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുഞ്ഞിതായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോളൂ, എൻ്റെ അടുത്ത് സ്പ്രിങ് ഓണിയൻ ഇല്ല, അതുപോലെ ക്യാപ്സിക്കം ഇല്ല. അപ്പോൾ നമ്മളതൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അതില്ല എന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട കേട്ടോ. പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് 2 ചേർത്താൽ മതി. അപ്പോൾ അത് സോസുകളൊക്കെ ഒഴിച്ചു. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ തന്നെ നമുക്ക് ആ കറിക്ക് ഒരു റെഡ് കളർ വന്നു കേട്ടോ. ഇപ്പോൾ തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, 1 സ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ട് നമ്മളതിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിക്കോളും. അപ്പോൾ അതേ ചില്ലി ചിക്കൻ വറക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ അടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ മാഗ്നേഷൻ അറിയാമല്ലോ നമുക്ക്. മുട്ട, ചെറുനാരങ്ങ നീര്, കോൺഫ്ലവർ, ഉപ്പൊക്കെ നന്നായിട്ട് ഇതാക്കി ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വറുത്തിട്ട് അതിലിട്ടാൽ മതി. അപ്പോൾ അത് 1 സ്പൂൺ പഞ്ചസാര ഇടണേ ഇതിൽ. അപ്പോൾ അത് നമ്മൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ലാഗ് അടുപ്പിക്കാനില്ല. അതിപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇതായി വന്നിട്ട്, അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ചിക്കൻ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അരി തിളപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിൽ ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട ഇട്ടിട്ട് 3 സ്പൂണ് സൺഫ്ലവർ ഒഴിച്ച് അധികം വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റണം കേട്ടോ. കാരണം അത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. നമ്മളിത് ഉടയാതെ അങ്ങനെ ഇളക്കി എടുക്കുക. ഉപ്പൊക്കെ പാകം നോക്കുക. ഉപ്പ് ഓരോരുത്തരുടെ പാകമാണ്, അതാണ് ഇത്രയെന്ന് പറയണില്ല കേട്ടോ. അതിൽ കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.